പരിശുദ്ധ റമദാൻ ഒന്നാണ്. ഈ റമദാനിൽ ഇന്നലെ റമദാൻ മാസപ്പിറവിയുടെ ചന്ദ്രനെ കണ്ടവർ മുഴുവനും പറഞ്ഞു, ഇത് റമദാൻ ഒന്നല്ലല്ലോ, രണ്ടാണല്ലോ. മാസം കണ്ടിട്ട് രണ്ടാമത്തെ ദിവസത്തെ പോലെ നല്ല കട്ടിയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതിതാ സത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിൻ അശറാത്തി സാഅ മൗത്തുൽ ഫുജഅ, പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ മറ്റാക്കിന്റെ വാർത്തകളാണ്. അതുപോലെ തന്നെ ചന്ദ്രക്കലയെ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ ദിവസത്തെ പോലെ നല്ല കട്ടിയുള്ള ചന്ദ്രനെയായിരിക്കും. ഇന്ന് മാസം കണ്ട ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലോകം അവസാനത്തിലേക്ക് എത്താനായി ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തോളി. ഖബറും പരലോകവും ഹിസാബും വിചാരണകളൊക്കെ സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഓരോന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. അസ്സലാമു അലൈക്കും. ഇത് സലീം വാഫി എന്ന ഒരു ഉസ്താദിൻ്റെ വോയിസാണ്. റമദാൻ പ്രമാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ നമ്പറും അതുപോലെ റമദാനിലെ ഉസ്താദിൻ്റെ പ്രത്യേക സ്റ്റാറ്റസ് വീഡിയോകൾ ദിവസവും ലഭിക്കാൻ താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഇടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനത്തിൽ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇവിടെ നമ്മൾ ഇന്നലെ പരാമർശിച്ച ഒരു വിഷയം, അത് സംബന്ധിച്ചുകൊണ്ട് ഇദ്ദേഹം അതെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും മറ്റു പല ആളുകളും സലഫി പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രമാണമറിയാതെ വിവരദോഷികൾ എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വിശദീകരണമോ മറ്റോ ഒന്നുമല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ലോകാവസാനത്തിൻ്റെ അടയാളമായിക്കൊണ്ട് ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു എന്ന് പറഞ്ഞ്, അതെന്താണ്, ചന്ദ്രൻ ഉദിക്കുന്ന അന്ന് തന്നെ കട്ടിയിൽ കാണും എന്നുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം ഈ ഉസ്താദൊക്കെ അറിയേണ്ടത്, ലോകാവസാനത്തിൻ്റെ ഏറ്റവും വലിയ മഴ പെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ലോകാവസാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായിക്കൊണ്ട് നമുക്കിടയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതാണ് ലോകാവസാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വേറെയും കുറേ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അബ്ദുൽ മലിക് സലഫിയും അതുപോലെ തന്നെ റഫീഖ് സലഫിയും കാണിച്ച വീഡിയോയിൽ പറയുന്നത് മുസ്ലിമിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ്. മുസ്ലിമിലെ ഹദീസിൽ എന്താണുള്ളത്, കുറച്ച് ആളുകൾ ചന്ദ്രൻ ദർശിക്കുന്ന അവസരത്തിൽ കുറച്ച് കട്ടിയിൽ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ റഫീഖ് സലഫി, അബ്ദുൽ മലിക് സലഫി, ആ പറഞ്ഞ ആളുകൾ അവരിൽ 2 ആണ് 3 ആണ് എന്ന്, ചന്ദ്രൻ കാണുന്നത് 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ ആണ് എന്ന് പറയുന്ന ആ ആളുകളാണ് അവിടെ പോയത്. അവരോട് വിവരക്കേടാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ പറഞ്ഞത് അന്ന് നിങ്ങൾ കണ്ട ആ ദിവസത്തെ അടിസ്ഥാനമാക്കിയിട്ട് നോമ്പനുഷ്ഠിച്ചോ അല്ലെങ്കിൽ പെരുന്നാളെടുത്തോ എന്നുള്ള അത് തന്നെയാണ്. അതിലിവിടെ ആർക്കും തർക്കമില്ല. നിങ്ങൾ ഇന്നാണോ കാണുന്നത് എങ്കിൽ അത് കട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നിങ്ങളെ നോമ്പെടുത്തില്ല എന്നൊന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ അടുത്ത വർഷമെങ്കിലും ഇതിൽ കുറച്ച് സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതാണ്. സൗദി അറേബ്യ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ UAE ഡ്രോണുകൾ അയച്ചുകൊണ്ടാണ് അവർ ചന്ദ്രനെ ദർശിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് നൂതന സാങ്കേതിക വിദ്യകളുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുന്ന പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ചന്ദ്രനെ കണ്ടാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ കണ്ണട വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കാഴ്ച കണ്ണട ഉണ്ടെങ്കിൽ എനിക്ക് ആകാശത്ത് ചന്ദ്രനെ കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ നഗ്നനേത്രം കൊണ്ടല്ല കാണുന്നത്, കണ്ണട കൊണ്ടാണ് കാണുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? പിന്നെ കാണുക എന്നുള്ളതിന് അറിയുക എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് അതുകൂടി പറയുന്നത്. ഇതൊരു ന്യായീകരണമോ മറുപടിയോ ഒന്നും അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എനിക്കിന്ന് 100 കണക്കിന് അനാവശ്യമായിട്ടുള്ള, അതായത് മോശമായ വാക്കുകളിലുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ റമദാൻ ഒന്നായിട്ട് എന്നെ തെറി പറഞ്ഞു വെച്ചെങ്കിൽ അത് നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാണുക എന്നതും അറിയുക എന്നതും ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം കാപ്പാട് ചന്ദ്രനെ കണ്ടു, ഒരാൾ കണ്ടു, നമുക്ക് എക്സ് എന്നോ അല്ലെങ്കിൽ ഒരു കോയ എന്നോ അല്ലെങ്കിൽ ഒരു ഇബ്രാഹിം എന്നോ മുഹമ്മദ് എന്നോ ഉമർ എന്നോ ഒക്കെ പറയാം. അങ്ങനെ ഒരാൾ കാപ്പാട് കണ്ടു, അത് സാക്ഷികൾ മുഖേന മറ്റുള്ള ആളുകളുടെ അടുത്ത് വന്ന് പറഞ്ഞു, അവർ അത് സ്വീകരിച്ചു എന്ന് വെക്കുക.
അങ്ങനെയാണെങ്കിൽ ഫറൂഖ് പള്ളിയിൽ നിന്ന്, പുതിയ സിസ്റ്റം അല്ല പറയുന്നത്, പണ്ട് കാലത്ത് നടന്നിരുന്നത് ഫറൂഖ് പള്ളിയിൽ നിന്നാണ് പിന്നീട് പ്രഖ്യാപനം. പിന്നീട് മണ്ണാർക്കാട് ഇത് എത്തുന്നത് ദാറുൻ നജാത്ത് എത്തീങ്കാന വന്ന മുതൽ അവിടുത്തെ ലാൻഡ് ഫോണിലേക്കാണ് വിളിച്ചു പറയുക. അവിടെ നിന്ന് സൈക്കിൾ എടുത്തുകൊണ്ടാണ് മണലടി മഹലിലേക്ക്, എൻ്റെ മഹലിലേക്ക് വരാറുള്ളത്. അവിടെ നിന്ന് പിന്നീട് സൈക്കിൾ എടുത്തുകൊണ്ടാണ് അമ്പങ്കുന്ന് മഹലിലേക്ക് പോകാറുള്ളത്. അത്രയും ദൂരം യാത്ര ചെയ്തുകൊണ്ട് സൈക്കിളിൽ പോയാണ് പറയാറുള്ളത്. ഇപ്പോൾ ഫറൂഖിൽ നിന്ന് ഫോൺ ചെയ്തു, ദാറുൻ നജാത്തിലെത്തി, അവിടെ കണ്ടിട്ടാണോ അംഗീകരിക്കണത്? അല്ല, അവിടുന്ന് പറഞ്ഞു അത് അറിവാണ്, അറിഞ്ഞു എന്നുള്ളതാണ്, കണ്ടു എന്നുള്ളതല്ല. എന്നിട്ട് മണലടി മഹലിൽ വന്ന് പറയാണ്, അവിടെ വന്ന് പറഞ്ഞപ്പോൾ കണ്ടു എന്നാണോ? അവിടെ കണ്ടു എന്നുള്ളതാണ്. ഇവിടെയോ? ഇവിടെ അറിഞ്ഞു എന്നുള്ളതാണ്. അവിടുന്ന് സൈക്കിൾ എടുത്ത് പോവുകയാണ്. എങ്ങോട്ട്? അമ്പങ്കുന്നേക്ക്. ഇതൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേയുള്ള കഥയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് അറിഞ്ഞു എന്നുള്ളതാണ്. സൗദി അറേബ്യയിൽ മതകാര്യ വകുപ്പ് ഉലമാക്കള് അവര് പ്രഖ്യാപിക്കുകയാണ് ചന്ദ്രനെ ദർശിച്ചു, അതുകൊണ്ട് നോമ്പാണ് എന്ന് അവർ പറഞ്ഞു. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും വിശ്വാസയോഗ്യരായ സഹോദരന്മാരിൽ നിന്നും നമ്മളത് അറിയുമ്പോൾ നാളെ റമദാനാണെന്ന് അറിഞ്ഞു, നമ്മൾ നോമ്പെടുത്തു. ഇനി പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ തെറി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ റമദാനും ഇതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ റമദാനിൽ ചന്ദ്രക്കല കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സലഫി പ്രസ്ഥാനങ്ങളിലെ ഏത് എന്നൊന്നും പറയുന്നില്ല, എനിക്ക് ആരെയും വിമർശിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർ ഈ പറയപ്പെട്ട ഈ പൗരോഹിത്യത്തിൻ്റെ അടുത്ത് പോയപ്പോൾ നിങ്ങളുടെ തെളിവ് ഞങ്ങൾ വിശ്വസിക്കൂല എന്നാ, നിങ്ങൾ പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് തെളിവാക്കാൻ കഴിയില്ല, വിശ്വസിക്കൂല എന്നാ. എന്നിട്ട് അവർ രഹസ്യമായിട്ട് നോമ്പെടുത്തു, നമ്മൾ രഹസ്യമായിട്ടാണ് നോമ്പെടുത്തു. ഫിത്ന നമ്മുടെ ഉദ്ദേശമല്ല. അതുപോലെ തന്നെ പെരുന്നാൾ നമുക്ക് റമദാൻ അവസാനിച്ച് പെരുന്നാൾ ആഘോഷിക്കേണ്ട ദിവസം ഇവിടെ കുറേ ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ നോമ്പിലാണ്. നമ്മൾ ഫിത്ന ഉണ്ടാക്കിയില്ല. അവിടെ പെരുന്നാൾ നിസ്കാരമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പെരുന്നാൾ നിസ്കാരവും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് ഫിത്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും നമ്മൾ അന്ന് വീഡിയോ ചെയ്തിട്ടില്ല. ഈ മാധ്യമം അന്നും എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഫിത്ന ഉണ്ടാക്കാനല്ല. എന്തിനാണ് നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ നോമ്പിനെ ഇങ്ങനെ ഫസാദാക്കുന്നത് എന്ന ചോദ്യമാണ്. ഇനി ജസീറത്തുൽ അറബ് എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ അവർ ചോദ്യം ചെയ്യാൻ വരട്ടെ, ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വരട്ടെ. നിങ്ങൾ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് നിങ്ങൾ തെറി പറയുവാനും ചോദ്യം ചെയ്യുവാനും വരുമ്പോൾ അതൊരു പ്രഹസനമായിട്ട് മാത്രമേ ഈ സാധുവിന് കാണാൻ കഴിയുകയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഹദീസ് പറയാന്നാ പറഞ്ഞത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഹദീസ് കാണിച്ചിട്ടുണ്ട്. ആ ഹദീസിലുള്ളത് എന്താണ്? അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസറിൻ്റെ സമയത്ത് ഇരിക്കുന്ന സമയത്ത് ഷാമിൽ നിന്ന് ഒരു കൂട്ടം സ്വഹാബാക്കൾ അവർ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവർ വന്നപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നിങ്ങൾ ഇന്നും നോമ്പിലാണോ? ഞങ്ങൾ ഇന്നലെ ചന്ദ്രൻ കണ്ടു, അതുകൊണ്ട് തന്നെ നോമ്പ് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, നോമ്പ് മുറിക്കുക, നാളെ മുസല്ലയിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട്. അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിലും അതുപോലെ ഇബ്നു മാജ തന്റെ സുനനിലും ഇമാം അഹ്മദും നസായിയും അതിനു പുറമെ മറ്റു ഒരുപാട് പണ്ഡിതന്മാരും മുസന്നഫ് ഇബ്നു അബി ശൈബ, തഹാവി, ദാറഖുത്നി, ബൈഹഖി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇബ്നു മാജയിലെ 1653 നമ്പർ ഹദീസാണ് ഞാനിവിടെ വായിക്കുന്നത്. മറ്റു ചിലതിൽ പദങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അൻസാരികളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഓഹുമിയ അലൈന ഹിലാലു ശവ്വാൽ, ഞങ്ങൾക്ക് ശവ്വാൽ പിറവി മേഘം മൂടപ്പെട്ടു. ഫാസ്ബഹന സിയാമൻ, അങ്ങനെ ഞങ്ങൾ നോമ്പുകാരായി നേരം വെളുത്തു. അതായത് 29 മാസം കണ്ടില്ല, അപ്പോ 30-ാം ദിവസം റമദാനാണ് എന്ന് നിലക്ക് നോമ്പ് തുടർന്നു. ഫജാഅ റക്ബുൻ മിൻ ആഖിരി നഹാർ, അങ്ങനെ 30-ാമത്തെ നോമ്പിന്റെ അന്ന് പകൽ ദിവസത്തിന്റെ അവസാന സമയത്ത് ഒരു യാത്രാ സംഘം വന്നു. ഫശഹിദു ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കൽ അവർ സാക്ഷ്യപ്പെടുത്തി, അന്നഹും റഔ അൽ ഹിലാല ബിൽ അംസ്, ഇന്നലെ അവർ പിറവി കണ്ടിട്ടുണ്ട് എന്ന്. ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഫ്തിറു, നോമ്പ് നോറ്റ് വൈകുന്നേരം ആയപ്പോഴാണ് ഇവരെ കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നോമ്പ് മുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു. കാരണം എന്താ? ശവ്വാൽ 1 ഇവര് മാസം കണ്ടിട്ടില്ല. ഈ യാത്രാ സംഘം പറഞ്ഞു ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട്. അപ്പൊ നബി നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടു വൈകുന്നേരത്ത്. വഅൻ യഖ്റുജു ഇലാ ഈദിഹിം മിനൽ ഗദ്സ്, എന്നാൽ അന്ന് പെരുന്നാളില്ല, പിറ്റേ ദിവസം അതായത് ശവ്വാൽ 2 പെരുന്നാളിന് വേണ്ടി പുറപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ എന്താണ് ഇത് മനസ്സിലാക്കി തരുന്നത്? ഇവിടെ റക്ബുൻ, ഒരു യാത്രാ സംഘം വന്നു. അവർ പിറ്റേ ദിവസം ശവ്വാൽ 1 വൈകുന്നേര സമയത്താണ്
നബിയുടെ അടുക്കൽ എത്തുന്നത്. അപ്പോൾ എത്ര ദൂരം അവർ യാത്ര ചെയ്തിട്ടുണ്ടാകും? ഈ ആളുകളോട് നിങ്ങൾ ഏത് നാട്ടുകാരാണ്, നിങ്ങൾ എത്ര ദൂരം അപ്പുറത്താണ്, ഖസ്റാക്കുന്ന പരിധിക്ക് ഉള്ളിലാണോ പുറത്താണോ, ഇതൊക്കെ ആ പരിഗണനയൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഖസ്റാക്കുന്ന പരിധിയൊക്കെ ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ മത്തലൈന്റെ ഉള്ളിൽപ്പെട്ടവരാണോ പുറത്തുള്ളവരാണോ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശദീകരണം ചോദിച്ചില്ല. മാസം കണ്ടു എന്ന് പറഞ്ഞത് നബി അംഗീകരിക്കുകയും പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും അന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര് കണ്ടാലും നമുക്ക് അത് സ്വീകരിക്കാം എന്നതാണ്. ഈ ഹദീസ് അവിടെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു കാര്യം എടുത്ത് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടൊന്നുമില്ല. നിങ്ങൾ തടിച്ച് കണ്ടാൽ അന്നാണോ നിങ്ങൾ കണ്ടത്, നിങ്ങൾ അന്ന് ഒന്ന് കാണുക, അതിലെന്താ സംശയമുള്ളത്? ഇവിടെ ചന്ദ്രപ്പിറവി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടത് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടതാണോ? അത് തന്നെയാണ് നിങ്ങൾക്കൊന്ന്. എന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, അതിൻ്റെ തലേ ദിവസം തന്നെ ഇവിടെ ചന്ദ്രപ്പിറവി കണ്ടിട്ടുണ്ട്, ഹിലാൽ ദർശിച്ചിട്ടുണ്ട്, നാളെ റമദാൻ ഒന്നാണെന്ന്. നമ്മൾ ആ റമദാൻ ഒന്ന് എടുത്തില്ല എന്നുള്ള, നമ്മൾ എന്ന് പറഞ്ഞത് ഒന്ന് തിരുത്തുന്നുണ്ട്, നിങ്ങൾ എടുത്തില്ല എന്നുള്ളതാണ്. ഞങ്ങൾ എടുത്തു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, എൻ്റെ കുടുംബം അല്ല നിങ്ങൾക്ക് തെളിവ്, നിങ്ങൾ വേണേൽ എടുത്താൽ മതി, ഞാൻ നിങ്ങളെടുത്ത് നിങ്ങളുടെ നോമ്പ് പോയി എന്നൊന്നും പറയുന്നില്ല. ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പല ആളുകൾക്കും മനസ്സിലായതാണ്, ഈ വർഷം കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞാണ്. അതിന് നിങ്ങൾ മറുപടിയുമായിട്ട് വരുമ്പോൾ തിരിച്ച് മറുപടി പറയേണ്ടി വരും. അവിടെ നിങ്ങൾ ഉദ്ധരിക്കുന്ന ആ റിപ്പോർട്ടുകൾ അത് ഞാൻ പറഞ്ഞതിന് വൈരുദ്ധ്യമല്ല എന്നുള്ളതാണ്. ജസീറത്തുൽ അറബിനെ കുറിച്ച് പഠിക്കാത്ത സലഫികളുണ്ടെങ്കിൽ ഇനിയും മറുപടിയായിട്ട് വരിക. അപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. ഇത് മറുപടിയല്ല എന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞിട്ടുള്ളത് അവർ ആദ്യമായിട്ട് കണ്ടതാണ്, അവർക്ക് വേറെ ദേശത്ത് കണ്ടതായിട്ടുള്ള അറിവില്ല, അവർ ആദ്യമായിട്ട് കാണുന്നത് കുറച്ച് കനത്തിലുള്ള വണ്ണത്തിലുള്ള ബാലചന്ദ്രികയാണ് അല്ലെങ്കിൽ ഹിലാലാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ അതൊന്നായി സ്വീകരിക്കുക. ഞാനും ഇവിടെ നിങ്ങളൊക്കെ കണ്ട ആ ഒരു കനം കൂടിയ ചന്ദ്രനെയാണ് ആദ്യമായിട്ട് ദർശിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കുമായിരുന്നു. എന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് ഉലമാക്കൾ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് എനിക്ക് റമദാൻ 1 വീണ്ടും ചന്ദ്രനെ കാത്തിരിക്കാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് എടുക്കുകയാണ് ചെയ്തത്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ നോമ്പെടുക്കുന്നതിന് തലേ ദിവസമോ നോമ്പെടുത്ത അന്നോ ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല. എന്നാൽ ഈ ചന്ദ്രൻ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് അങ്ങനെ ആ ഒരു വിഷയം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. അതിൽ ആർക്കെങ്കിലും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. കാര്യം ഇവിടെ പല വിഭാഗങ്ങളും വലിയ വലിയ സജ്ജീകരണങ്ങളോടെ ഇത് കാണാതിരിക്കുക, എന്നിട്ട് തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. നൂതന സാങ്കേതിക വിദ്യ ഒന്നുമില്ല, എന്നിട്ട് ഇങ്ങനെ നോക്കുക, എന്നിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പോരാ. കാർമേഘത്തിന്റെ അപ്പുറത്തുണ്ടെങ്കിൽ ആ കാർമേഘത്തിന്റെ അപ്പുറത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് UAE അവിടേക്ക് ഡ്രോണിനെ അയച്ചിട്ട് സംഭവം കണ്ടു. സൗദി അറേബ്യയിൽ ദൂരദർശിനിയിലൂടെ നോക്കിയപ്പോൾ തന്നെ കണ്ടു. നമ്മൾ ഇപ്പോഴും കന്നഡ പോലും ഊരിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ മഗ്‌രിബ് വക്തും കളഞ്ഞുകൊണ്ട്. ആ ഒരു കാര്യത്തെയാണ് പറഞ്ഞത്. ദയവ് ചെയ്ത്, ഇന്നും ഭയങ്കര ചൂടാണ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിന് ഇനിയും മറുപടിയായിട്ട് വരുമ്പോൾ നമുക്കും അതിൻ്റെ പ്രമാണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറുപടി പറയേണ്ടി വരും. ഈ റമദാനിൽ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർവിതം ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് നിങ്ങൾ സമ്മതിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? അതിനല്ലേ ഇപ്പോൾ ഈ ന്യായീകരണവുമായിട്ട് വരുന്നത് എന്നെങ്കിലും ചിന്തിക്കുകയും മുസ്ലിയാക്കന്മാരെ എന്നാണ് ഈ സാധുവിന് പറയുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.